ഹലോ കൂട്ടുകാരെ, രാവിലെ എണീച്ചിട്ട് പേസ്റ്റ് കഴിഞ്ഞിട്ട് പേസ്റ്റ് ഇങ്ങനെ ഞെക്കി പിഴിയുമ്പോഴാണ് എനിക്കൊരു കൂട്ടുകാരൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ദിവസത്തെ ഫുള്ള് ഫുഡിൻ്റെ വീഡിയോ. അപ്പോൾ ഒരു ദിവസത്തെ ചിലവോ അല്ലെങ്കിൽ ഒരു മാസത്തെ ഒമാനിലെ ചിലവ് എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മീൻ മാർക്കറ്റിൽ പോയിട്ട് മീനിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. ഒന്നുണ്ട് മറ്റേ സ്രാവിൻ്റെ കുട്ടിയും അങ്ങനെ കുറച്ച് മീനുകൾ. അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻ ഏതാണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മീനിൻ്റെ വീഡിയോ എടുത്തിരുന്നു. പിന്നെ ഷോപ്പിൽ പോയിട്ട് നമ്മൾ സോപ്പിൻ്റെ വീഡിയോ എടുത്തിരുന്നു. നമ്മുടെ നാട്ടിലെ സോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ചെറിയ സോപ്പിന് 250 പൈസയാണ്. നാട്ടിൽ നമുക്ക് 50 റുപ്യോളം വരും. സോപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിരുന്നു. പക്ഷേ അത് നമുക്ക് ഫുള്ളാക്കാൻ കഴിഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ ഷോപ്പിൽ നല്ല പണീൻ്റെ തിരക്കുണ്ടായിരുന്നു. താഴത്തെ ഫ്ലോറിലെ എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്തിറക്കിച്ച് ഷോപ്പ് മൊത്തം അടിച്ച് വൃത്തിയാക്കേണ്ടതായിരുന്നു. അവിടുത്തെ ഗ്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ പുറത്ത് കൊണ്ടുവന്ന് നമ്മൾ അടിച്ച് വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ജോലി. പിന്നെ മറ്റു സാധനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ വേറെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പോകേണ്ടി വരും. പിന്നെ നമ്മുടെ ഇവിടുത്തെ അതേ വിലയല്ല, എല്ലാം ഡിഫറെൻ്റാണ്. നമ്മളെ നാട്ടിലും ഇവിടത്തെയും രണ്ടിലും കാട്ടിലും കൂടുതലാണ് ബംഗ്ലാദേശിലെ പൈസ. നമുക്ക് 100 രൂപയുടെ മത്തി മേടിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ അത് 500 രൂപയെന്ന് പറയുന്നത്. തക്കാളിക്കും എല്ലാത്തിനും വില കൂടുതലാണ്. 350 രൂപേൻ്റെ ബീഫ് നമ്മുടെ നാട്ടിൽ മേടിക്കുമ്പോൾ അത് ബംഗ്ലാദേശിൽ 1000 റുപ്യൻ്റെ മേലെ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അടിച്ച് റൂം ഫുള്ള് വൃത്തിയാക്കുമ്പോൾ എല്ലാം പൊടിയും കാര്യങ്ങളൊക്കെ വന്ന് കണ്ണിലും മൂക്കിലൊക്കെ ആയി. മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ മാസ്ക് വെച്ചതിൻ്റെ ഉള്ളിൽ തുണി വെച്ചിട്ട് പോലും എല്ലാം മൂക്കിലും കണ്ണിലൊക്കെ ആയി. അപ്പോൾ നമുക്ക് ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് പിന്നെ ഒരു ദിവസം അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ബൈ.